നിപ വൈറസ് ബാധിച്ചവരെ പരിചരിക്കുന്നതിനിടെ വൈറസ് ബാധിച്ച് മരണമടഞ്ഞ നഴ്സ് ലിനിയുടെ സ്ഥാനം ഇനി ലോക നഴ്സുമാർക്കൊപ്പം. ലിനിക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ രംഗത്ത് വന്നതോടെ ലിനിക്ക് അന്താരാഷ്ട്ര തലത്തിൽ ലഭിച്ച മരണാനന്തര ബഹുമതിയായി അത്. ലോകരാജ്യങ്ങളിൽ സമാന സാഹചര്യങ്ങളിൽ ഇടപെട്ട് മരിച്ച ധീരരായ നഴ്സുമാർക്കൊപ്പമാണ് ഇനി ലിനിയുടെ പേരുമുണ്ടാവുക. ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജിം ക്യാമ്പലാണ് ലിനിക്ക് ട്വിറ്ററിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചത്. ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിയേറ്റ് മരിച്ച നഴ്സ് റസാൻ അൽ നജാർ, ലൈബീരിയയിൽ എബോള വൈറസിൽ നിന്ന് മുക്തി നേടിയ ശേഷം പ്രസവാനന്തരം മരണപ്പെട്ട നഴ്സ് സലോമി കർവ എന്നിവർക്കൊപ്പമാണ് ലിനിയെയും ആദരിച്ചത്. മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഓർത്തെടുക്കുക ഇവരെ എന്നാണ് ജിം ട്വിറ്ററിൽ കുറിച്ചത്. നിപ വൈറസ് ബാധിതരെ പരിചരിക്കുന്നതിനിടയിൽ മെയ് 21-നാണ് പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സായ ലിനി മരണപ്പെട്ടത്. ജീവന്റെ അവസാന നാളുകളിൽ ലിനി ഭർത്താവ് സജീഷിന് എഴുതിയ കത്ത് നേരത്തെ ലിനിയുടെ ഡയറിയിൽ നിന്നും കണ്ടെടുത്തിരുന്നു. ഈ കത്ത് നാം കണ്ണീരോടെ വായിച്ചു. ആതുരസേവനത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത മാലാഖയായി ലിനിയെ വാഴ്ത്തി. ലിനിയുടെ ഭർത്താവ് സജീഷിന് സർക്കാർ ജോലിയും 2 കുട്ടികൾക്കായി 20 ലക്ഷം രൂപയും സർക്കാർ അനുവദിച്ചു. ഇതിനു പിന്നാലെയാണ് അംഗീകാരവുമായി ലോകാരോഗ്യ സംഘടനാ ഡയറക്ടറും എത്തിയത്. ഗാസ മുനമ്പിൽ പിടഞ്ഞു വീണ മാലാഖ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നഴ്സാണ് റസാൻ അൽ നജാർ. ഇസ്രായേലിനെതിരെ സമരരംഗത്തുള്ള പലസ്തീനുകളെ ശുശ്രൂഷിക്കവെയാണ് റസാന് വെടിയേൽക്കുന്നത്. ഇസ്രായേലിന്റെ വെടിവെപ്പിലും ബോംബാക്രമണത്തിലും പരിക്കേറ്റ തന്റെ സഹോദരങ്ങളെ ശുശ്രൂഷിക്കാൻ 20-കാരിയായ റസാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് വരികയായിരുന്നു. എബോള വൈറസിനെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച നഴ്സാണ് സലോമി കർവ. രോഗി പരിചരണത്തിനിടയിൽ തനിക്ക് പിടിപെട്ട എബോളയോട് പോരാടി വിജയിച്ചെങ്കിലും 2017-ൽ പ്രസവാനന്തരമുണ്ടായ സങ്കീർണതകളെ തുടർന്ന് മൺട്രോവിയയിൽ അവർ മരണപ്പെടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മറുനാടൻ മലയാളി.